മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കെ സി വേണുഗോപാൽ ആർ സി ചർച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് അതിനു മുമ്പ് ലീഗ് നേതാക്കളെ പോയി കണ്ടിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്ക് ഭാഗമായിട്ടായിരുന്നില്ല. വി ഡി സതീശന് ശക്തമായ പിന്തുണ കൊടുത്തവരാണ് ലീഗ്. അപ്പോൾ അതിൽ പോയി കാണുക. ലീഗിൻ്റെ പോയ കാലത്തെ മതേതര നിലപാടുകളെ പറ്റി വളരെ കൃത്യമായി തന്നെ അത് ബാബരി മസ്ജിദ് കാലം മാത്രമല്ല അതിനുശേഷം ഉണ്ടായ പല വിഷയങ്ങളും ലീഗ് നേരിട്ട മുനമ്പം വിഷയത്തിലടക്കം ലീഗ് സ്വീകരിച്ച മതേതര നിലപാടുകളെ പറ്റി ഓർമ്മിപ്പിച്ചു അവിടെ വി ഡി സതീശൻ. അത് ചില പ്രത്യേക കോണുകളിൽ നിന്നും ലീഗ് വിരുദ്ധ ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ആ ഓർമ്മപ്പെടുത്തൽ. വി ഡി സതീശൻ ഇപ്പോൾ അതിനുശേഷം തിരികെ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തുകയാണ്. വി ഡി സതീശൻ ഇന്ന് തിരക്കിന്റെ ദിവസമാണ്. അങ്ങേയറ്റം തിരക്കിട്ട ഈ പറയുന്ന മന്ത്രി ചർച്ചകളിൽ വളരെ സജീവമായി പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ചർച്ചകളുടെ ഒരു ദിവസം കൂടിയാണ് ഇന്നുള്ളത്. രമേശ് ചെന്നിത്തലയുമായി നടത്തിയ ചർച്ച എനിക്ക് തോന്നുന്നു ഫോണിൽ ആരാണ്ടോ ഇപ്പോഴും ആ ചർച്ചകൾ തന്നെ തുടരുകയാണ്. ഗൗരവത്തിൽ സംസാരിക്കുകയാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപ്പോൾ രമേശ് ചെന്നിത്തല രണ്ടുപേരുടെ ഐ.സി. ബാലകൃഷ്ണന്റെയും ഈ പറയുന്ന ആരുടെയാണ് അൻവർ സാദത്തിന്റെയും കാര്യത്തിൽ അവരെ കൂടി മന്ത്രിസഭ ഉൾപ്പെടുത്തണം എന്ന നിലപാട് സ്വീകരിക്കുന്ന രമേശ് ചെന്നിത്തല. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണെന്ന് അറിയുന്നു. പക്ഷേ അത് വിജിലൻസ് ഉണ്ടോ ആ കൂട്ടത്തിലെന്ന കാര്യം അറിയില്ല. അങ്ങനെയാണെങ്കിൽ ധനവകുപ്പ് വി ഡി സതീശൻ കയ്യിൽ വെക്കുമോ എന്ന കാര്യവും അറിയില്ല. കാര്യം ധനവകുപ്പിൽ അല്ലെങ്കിൽ ധനവകുപ്പ് എന്ന് പറയുന്ന വി ഡി സതീശന് താല്പര്യമുള്ള ഒരു വകുപ്പാണ്. നമ്മൾ നേരത്തെ ലോട്ടറി കാലത്തൊക്കെ അത് വളരെ കണ്ടതുമാണ്. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ചില സേ ഉണ്ട്, അദ്ദേഹത്തിന് ഒരു ക്രൈസ് ഉണ്ട് എന്ന കാര്യം നമുക്ക് പല ഘട്ടത്തിൽ ഒരു സാമ്പത്തിക വിഷൻ ഉള്ള ഒരാൾ കൂടിയാണ് വി ഡി സതീശൻ. അപ്പോൾ അത് ധനകാര്യ വകുപ്പ് ചോദിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. അപ്പോൾ ആ വകുപ്പ് അവിടെ കൊടുക്കൂ. അങ്ങനെയാണെങ്കിൽ ധനവകുപ്പില്ലാത്ത ആഭ്യന്തരമില്ലാത്ത വ്യവസായമില്ലാത്ത അപ്പോൾ വ്യവസായ വകുപ്പ് ആരാണ്? അത് പി കെ കുഞ്ഞാലിക്കുട്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇല്ലാത്തൊരു മുഖ്യമന്ത്രി ആകുമോ, അതിന് തയ്യാറാവുമോ വി ഡി എന്ന കാര്യമൊന്നും അറിയില്ല. എന്തായാലും വളരെ സജീവമായി ചർച്ചകൾ നടക്കുന്ന ചർച്ചകൾക്ക് വളരെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്നുണ്ട് എന്നത് ഈ പ്രതികരണങ്ങളിൽ നിന്നും വരുന്ന തീരുമാനങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യക്തവുമാണ്. ആർ ശ്രീത്ത് തുടർന്ന്. ശ്രീത്ത്, എനിക്ക് തോന്നുന്നു കാറിൽ നിന്ന് ഇറങ്ങാതെ നേരത്തെ ഓടുന്ന ചർച്ചകളുടെ എന്തോ ഫോളോ അപ്പ് ചർച്ചകൾ ഫോണിൽ തന്നെയാണെന്ന് തോന്നുന്നു വി ഡി, അല്ലേ ശ്രീത്ത്? ഹാഷ്മി, കോൺഗ്രസ് നേതൃത്വങ്ങൾ സംസ്ഥാനത്തെ നേതാക്കളുമായിട്ടോ അല്ലെങ്കിൽ ഘടകകക്ഷി നേതാക്കളുമായിട്ടുള്ള ഒരു ചർച്ചയുടെ തുടർച്ചയാണ് അദ്ദേഹം നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം കാറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. കാറിൽ നിന്ന് ഇറങ്ങാൻ ഡോർ തുറക്കാനായി പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം കാറിൽ നിന്ന് അകത്തിരുന്ന് തന്നെ സംസാരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 5 മിനിറ്റോളമായി അദ്ദേഹത്തിന്റെ വാഹനം ഇവിടേക്ക് എത്തിയിട്ട്. അത് ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകളാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് കേരളത്തിൽ നിന്നകത്തുള്ള ഘടകകക്ഷികളുമായിട്ടോ കോൺഗ്രസിലെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമാണ് ചർച്ച എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇന്ന് തന്നെ ഈ ചർച്ചകൾ പൂർത്തീകരിക്കാനുള്ള ഒരു തിടുക്കമുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അംഗീകാരം കേരളത്തിൽ നിന്ന് അയക്കുന്ന പട്ടികയ്ക്ക് വേണ്ടതുണ്ട്. എന്നിട്ട് വേണം നാളെ ഇത് ഗവർണർക്ക് കൈമാറാനുള്ളത്. ഇനി ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ചർച്ചകൾ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകളാണ്. ഈ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലീഗുമായി നടത്തിക്കുന്ന ചർച്ചയാണ്. ലീഗിന്റെ മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിൽ അവർ ഒരു കടുംപിടുത്തത്തിനൊന്നും സാധ്യതയില്ലെങ്കിലും ആ ലീഗിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തതയുണ്ടായാൽ മറ്റ് കക്ഷികളുടെ കാര്യത്തിൽ വളരെ വേഗത്തിൽ തീരുമാനമെടുത്ത് പോകാൻ കഴിയും. ലീഗ് ഒപ്പം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഈ 2 ചർച്ചകളാണ് ഏറ്റവും ക്രൂഷ്യലായ ചർച്ചകൾ ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ പോകുന്നത്. RSPക്ക് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നേരത്തെ ബേബി ജോണും അതോടൊപ്പം തന്നെ VP രാമകൃഷ്ണപിള്ളയും NK പ്രേമചന്ദ്രനുമൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ജലവിഭവ വകുപ്പാണ് RSP ലക്ഷ്യമിടുന്നത്. 4 MLA-മാരുള്ള പാർട്ടി എന്ന നിലയിൽ ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അദ്ദേഹം ഈ അകത്തേക്ക് പോകുന്നു. നേരത്തെ അനൂപ് ജേക്കബ് അടക്കമുള്ള ആളുകൾ ഇവിടെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് ഉഭയകക്ഷി ചർച്ചയുടെ അടക്കം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്നത് ഈ ഘടകകക്ഷികളുമായുള്ള ചർച്ചയാണ്. ഓക്കെ, കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തുകയാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. അദ്ദേഹം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എത്തിയതിനു ശേഷം ഫോണിലിരുന്നും കുറേയധികം സമയം ആരുമായി വളരെ ഗൗരവത്തിൽ തന്നെ സംസാരിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ കന്റോൺമെന്റ് ഹൗസിൽ ഇന്നലെ മുതൽ തന്നെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് മുതൽ തന്നെ അദ്ദേഹത്തെ കാണാൻ കൂടുതൽ നേതാക്കൾ എത്തുന്നുണ്ട്. അനൂപ് ജേക്കബ് അടക്കമുള്ളവർ ഇപ്പോൾ അവിടെ കന്റോൺമെന്റ് ഹൗസിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വളരെ സജീവമായ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ, ടീം വി ഡി ആര് എന്നറിയാനുള്ള ചർച്ചകൾ പുരോഗമിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.